നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ ഒന്നാം പാദ മത്സരത്തിൽ FC ബാഴ്സലോണയും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിൽ 1-1 സമനിലയിലാണല്ലോ പിരിഞ്ഞത്. ഇനി രണ്ടാം പാദ മത്സരം നാളെയാണ്. അത് ക്യാമ്പ് നൗവിലാണ് നടക്കുന്നത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 11:15 ആ കളിയിൽ എന്ത് സംഭവിക്കും മുൻകൂട്ടി പറയുന്നു ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക്. ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, നാളത്തെ കളിയിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അവർ നന്നായിട്ട് ഹൈ പ്രസ് ചെയ്യും, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും. നമ്മൾ കയറി കളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫൈനൽ തേർഡിൽ അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും. ഒരു ടഫ് മാച്ചായിരിക്കും. അതാണ് കളിക്കളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഫിസിക്കലി അവർ വളരെ സ്ട്രോങ് ആണ്. അവരുടെ ട്രാൻസിഷനിൽ അവർ വളരെ ക്വിക്കാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ പെർഫെക്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കണം. അതാണ് നാളെ കളിക്കളത്തിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഹൻസി ഫ്ലിക്ക് മുൻകൂട്ടി പറയുന്നു, പ്രവചിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം എതിരാളികളുടെ ഫിസിക്കാലിറ്റിയെക്കുറിച്ചും അവരുണ്ടാക്കുന്ന പ്രഷറിനെ കുറിച്ചും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ അവരുടെ ഫിസിക്കാലിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. സോ നമ്മൾ നാളെ അവർക്കെതിരെ ഇറങ്ങുമ്പോൾ കോൺഫിഡൻസോടുകൂടി ഇറങ്ങണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. അവർ മാൻ ടു മാൻ രൂപത്തിൽ അവർ കളിക്കാൻ വരും. സോ അപ്പോൾ നമ്മൾ സ്പേസ് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അതൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കോച്ച് മുൻകൂട്ടി പറയുന്നു. ഇതുപോലെ തന്നെയാണ് പൗ കുബാർസി പറയുന്നത്. അദ്ദേഹം പറയുന്നു, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഇൻറ്റൻസിറ്റി അത് കളിക്കളത്തിൽ അവരുടെ ഇൻറ്റൻസിറ്റി വളരെ സ്പെക്ടാക്കുലറാണ്. നമുക്കത് നേരത്തെ തന്നെ അറിയാം. കാരണം ലീഗ് ഫേസിൽ അവരുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടിയിട്ടുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കുറച്ച് പേസ് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. വി ലാക്ക്ഡ് എ ബിറ്റ് മോർ പേസ്. പക്ഷേ ഞങ്ങളുടെ ഹോമിലാണ് കളി എന്ന് പറയുമ്പോൾ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും എന്നാണ് പൗ കുബാർസിയും പറഞ്ഞത്. ചുരുക്കത്തിൽ നാളത്തെ കളി അത് ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും, ടഫ് മാച്ച് ആയിരിക്കും. ഒരു ഹൈ പ്രസ് അവർ കളിക്കും. അതുപോലെ തന്നെ അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഏറ്റവും പെർഫെക്റ്റ് പ്രകടനം പുറത്തെടുത്തെങ്കിൽ മാത്രമേ ബാഴ്സയ്ക്ക് മുന്നേറാനുള്ള സാധ്യതയുള്ളൂ എന്ന് കോച്ച് പറയുമ്പോൾ കാത്തിരിക്കാം നാളത്തെ കിടിലൻ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.